ഈ ഒരു മൂവി ഇത്രയും ഡിലേ ആയതിനകത്ത് കുറച്ച് ബാഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ജനനായകൻ എന്നുള്ള സംഭവത്തിനകത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ CM എന്നുള്ളൊരു വൈബ് അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടി ആ സമയത്ത് ഇറങ്ങിയെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കിട്ടിയാൽ എന്നുള്ളൊരിതുണ്ട്. ആ ഇമ്പാക്റ്റിനെ പേടിച്ചാണ് സ്റ്റാലിൻ സ്റ്റോപ്പ് ചെയ്യിച്ചെന്നുള്ളൊരു ബാഡ് തോന്നിയായിരുന്നു. വിജയുടെ ഫ്ലോപ്പായ പടം വരെ കാണാൻ വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത് കാണാൻ ആൾക്കാർ വന്നില്ലെങ്കിൽ എന്തോ അതിശയമില്ലേ. റിലീസ് ആയ പടത്തിന് ഒരു ഹൗസ്ഫുള്ളാണ് വിജയുടെ. ഇപ്പം പിന്നെ വിജയുടെ തന്നെ സർക്കാരായതുകൊണ്ട് അതിൽ ഇത് മാറ്റി അത് കൊണ്ടുവന്നത് വളരെ നന്നായി. എന്താണെന്ന് നമുക്കറിയാലോ, എന്തായിരിക്കും ഇനി വരാൻ അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇതിപ്പോൾ വീഡിയോ എടുത്തോണ്ട് പറയല്ല, ലിങ്ക് കിട്ടാനും വേണ്ടി കുറേ തപ്പി പക്ഷേ കിട്ടിയില്ല. ഗുഡ് മാൻ വിജയ് ഗുഡ് മാൻ. അവിടെ കുറെ പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന് കുറെ ബാറുകളൊക്കെ പൊട്ടിച്ചു. അവിടെ മരിച്ചവരുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള പൈസ മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെത്തായി കഴിഞ്ഞവരുടെ പൈസ വാങ്ങാൻ പാടില്ല. കൺട്രോൾ വെരി ഗുഡ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ദളപതിയുടെ പുതിയ പടം, ആക്ച്വലി പുതിയ പടമല്ല, കുറച്ച് കാലം മുന്നേ പണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ജനനായകൻ ഈ അടുത്ത് റിലീസ് ആവാൻ പോവാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് രാഷ്ട്രീയങ്ങളുണ്ടായിരുന്നു. അതിന് A സർട്ടിഫിക്കറ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മുടെ ഫാൻസിൻ്റെ അഭിപ്രായം എന്തൊക്കെയാണെന്ന് ചോദിക്കുക. അതിൻ്റെ ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെ ആയിരിക്കുമോ പടം എന്ന് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നമ്മുടെ ഫാൻസിനോട് തന്നെ ചോദിക്കാം. അപ്പോൾ ജനനായകൻ മൂവി റിലീസ് ആവാൻ പോവാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ പൊളിറ്റിക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാലിൻ വന്ന ആ ഒരു സമയത്തായിരുന്നു ഇത് റിലീസിനൊന്നും ഉണ്ടായിരുന്നത്. പക്ഷേ അത് റിലീസാക്കിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പോൾ അതായത് വിജയ് CM ആയ സമയത്ത് ഇത് വീണ്ടും റിലീസ് ആവാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ മീൻസ് അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ? എനിക്ക് കൂടുതലും അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ ഈ പൊളിറ്റിക്കലായിട്ട് പുള്ളിയുടെ എല്ലാ മൂവീസിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ പഞ്ച് ഡയലോഗ്സും അതേപോലെ കുറേ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അതായത് വിജയുടെ മൂവീസ് എല്ലാം ഒരു സെയിം പാറ്റേണിലാണ് പോകുന്നത്. ലൈക്ക് നായകൻ വരുന്നു, നടൻ രക്ഷിക്കുന്നു, പോകുന്നു, ഈ സെയിം പാറ്റേൺ. ലൈക്ക് അതിനകത്ത് നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഞാൻ അതായത് പ്രതീക്ഷിച്ചിരുന്നു. ആൻഡ് അപ്പോൾ ഈ ഒരു മൂവി ഇത്രയും ഡിലേ ആയതിനകത്ത് കുറച്ച് ബാഡ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ജനനായകൻ എന്നുള്ള സംഭവത്തിനകത്ത് വരുമ്പോൾ തന്നെ നമ്മുടെ CM എന്നുള്ളൊരു വൈബ് അതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ കുറച്ചും കൂടി ആ സമയത്ത് ഇറങ്ങിയെങ്കിൽ കുറച്ചും കൂടി ഇമ്പാക്റ്റ് കിട്ടിയാൽ എന്നുള്ളൊരിതുണ്ട്. ആ ഇമ്പാക്റ്റിനെ പേടിച്ചാണ് സ്റ്റാലിൻ സ്റ്റോപ്പ് ചെയ്യിച്ചെന്നുള്ളൊരു ബാഡ് തോന്നിയായിരുന്നു. ഇപ്പോൾ ഈ പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണല്ലോ ഉള്ളത്. ഏകദേശം 14 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് വിജയുടെ പടത്തിന് A സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക? ഓഫ് കോഴ്സ് പൊളിറ്റിക്കലി പ്ലാൻഡ് ആയിരിക്കുമല്ലോ. അതായത് January 14th ആ സമയത്ത് എന്താണ്ടൊക്കെ ആയിരുന്നല്ലോ മറ്റേ ടിക്കറ്റ് ഓൾറെഡി ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ ഇരുന്ന് നമ്മുടെ ഈ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ എലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു. സോ അതിനെ ബേസ് ചെയ്തായിരിക്കും ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. വിജയുടെ ലാസ്റ്റ് പടവും CM ആയതിനു ശേഷമുള്ള ഫസ്റ്റ് പടമാണ്. അപ്പം ഞാനൊരു വിജയ് ഫാൻ ആയതുകൊണ്ട് ആ പടം വരാൻ ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഇടയ്ക്ക് വെച്ച് സ്റ്റക്കായിപ്പോയി പടം. അത് ആ സ്റ്റാലിൻ ഗവൺമെൻറ്റിൻ്റെ വിജയോടുള്ള ഈഗോ കൊണ്ടാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതിനുവേണ്ടി ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. നല്ല പ്രതീക്ഷയുണ്ട്. ഏകദേശം 1 കോടി 1.5 കോടി ആൾക്കാർ പടം കണ്ടു എന്നാണ് ആകെയുള്ള റിപ്പോർട്ട്. അപ്പോൾ അത് ഇനി ആൾക്കാർ കാണാൻ വരുമായിരിക്കും. വിജയുടെ ഫ്ലോപ്പായ പടം വരെ കാണാൻ വീണ്ടും വീണ്ടും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇത് കാണാൻ ആൾക്കാർ വന്നില്ലെങ്കിൽ എന്തോ അതിശയമില്ലേ. റിലീസ് ആയ പടത്തിന് ഒരു ഹൗസ്ഫുള്ളാണ് വിജയുടെ. അപ്പോൾ വിജയുടെ ഫാൻ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ വരും, എന്തായാലും വരും. ഉറപ്പാണ്. അതെന്താ? കാരണം വെച്ചാൽ ആ പടം കാണാൻ ഞാൻ വരെ കാത്തിക്കുക സീരിയസ് ആയിട്ട്. ഇതിപ്പോൾ വീഡിയോ എടുത്തോണ്ട് പറയല്ല, ലിങ്ക് കിട്ടാനും വേണ്ടി കുറേ തപ്പി പക്ഷെ കിട്ടിയില്ല. ഇതിന്റെ പ്രിന്റിന്റെ കിട്ടിയില്ല. നമ്മള് റീല് കാണുമ്പോൾ അതിന്റെ ഇതൊക്കെ കാണണ്ടല്ലോ. അപ്പൊ കാണാൻ നല്ലൊരു ആഗ്രഹമുണ്ട്. ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നി? അടിപൊളിയാണ്, സെറ്റാണ്. ഫുള്ളായിട്ട് കാണാൻ നല്ല ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ. ഈ പടത്തിന് A സർട്ടിഫിക്കറ്റ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്തായിരിക്കും കാരണം? അതങ്ങനെ ചോദിച്ചാൽ അത് പൊതുവേ പുള്ളിയുടെ പടത്തിൽ A സർട്ടിഫിക്കറ്റ് നമ്മൾ കാണുന്ന ഒരു വിജയ് മൂവീസിൽ അങ്ങനത്തെ കണ്ടൻസ് ഒന്നും ഉണ്ടാവാറില്ല. പടിയിടുകയാണെങ്കിൽ പോലും അങ്ങനത്തെ ഉണ്ടാവാറില്ല. പക്ഷെ ഇതിൽ ഏകദേശം 14 വർഷത്തിന് ശേഷമാണ് പുള്ളിയുടെ ഒരു പടത്തിന് A സർട്ടിഫിക്കറ്റ് ഉള്ളത്. അപ്പോൾ അത് അതിനെക്കുറിച്ച് എന്താ പറയുക? കണ്ടറിയേണ്ടി വരും. നായകൻ പടം റിലീസ് ആവാൻ പോവാണല്ലോ. അപ്പം അതിനെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ സെയിം ആയിരിക്കുമോ? ഈ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരിക്കുമോ? അതുമാത്രമല്ല വിജയുടെ ഇപ്പോൾ ഈ പ്രിന്റ് ഇറങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് ആൾക്കാർ കാണാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ട്. അത് മാത്രം
ഇത് മാത്രമല്ല ഇപ്പോൾ എന്താ പറയുക, ഇതിങ്ങനെ സ്റ്റക്കായിട്ട് നിന്നൊരു പടമായിരുന്നു. അപ്പോൾ അതിന് എന്തായിരിക്കും കാരണം അത് അങ്ങനെ പിടിച്ചു വെക്കാനുള്ളത്? ഇറങ്ങിയതുകൊണ്ട് പിടിച്ചു വെച്ചത്. ഇനി അതിനെ കുറിച്ച് വേറെ എന്തെങ്കിലും ലാസ്റ്റ് ഇനി 5 വർഷം കണ്ടില്ല അഭിനയിക്കുള്ളൂ എന്ന് പറഞ്ഞേക്കാം. പുള്ളി ഇനി അഭിനയിക്കൂല. ലാസ്റ്റ് എന്തായാലും ആൾക്കാർ കാണുമല്ലോ, ഫാൻസ് എന്തായാലും വെയിറ്റിംഗ് ആയിരിക്കും ഒരുപാട് ഉറങ്ങാൻ. നല്ലൊരു സിനിമയാണ് എന്നാണ് വിചാരിക്കുന്നത്. വിജയ് CM ആയിട്ടുള്ള ആദ്യത്തെ ഒരു സിനിമയാണ്, അതുകൊണ്ട് നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. വിജയ് തമിഴ്നാടിന് വേണ്ടി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എല്ലാവരും പോയി കാണാണ്ടി വരും. കാരണം ഒഫീഷ്യലി വിജയ് ഒരു നല്ലൊരു നടനാണ്, പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഫാൻസ് ആയിട്ടുള്ളത്, അതുകൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും സിനിമ. സംഭവം കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. സംഭവം കുറേ ദിവസമായി വെയിറ്റ്, ലാസ്റ്റ് പടമായതുകൊണ്ട് എങ്ങനെ എന്തെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഞങ്ങൾക്കുണ്ട്. സംഭവം എന്തായാലും എല്ലാവരും പോയി കാണുക, സെറ്റ് ചെയ്യും. കാരണം ലാസ്റ്റ് പടമാണല്ലോ വിജയ്. ഇതിനെക്കുറിച്ച് ഒരു സിനിമ ഇങ്ങനെ ഇത്രയും നാളത്തേക്ക് തടഞ്ഞു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അതൊരു ആവിഷ്കാരം ആണല്ലോ. അതിലിപ്പോൾ എന്ത് തന്നെ രാഷ്ട്രീയമായാലും എന്തായാലും അത് ജനങ്ങളാണല്ലോ തീരുമാനിക്കുന്നത്, നല്ലതാണോ ചീത്തയാണോ. അതങ്ങനെ തടഞ്ഞു വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ വിജയുടെ തന്നെ സർക്കാരായതുകൊണ്ട് അതിൽ ഇത് മാറ്റി അത് കൊണ്ടുവന്നത് വളരെ നന്നായി. എന്താണെന്ന് നമുക്കറിയാലോ, എന്തായിരിക്കും ഇനി വരാൻ അതിലെ കഥ അല്ലെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പം നമുക്കതിനെ വിലയിരുത്താൻ പറ്റും. അതുമാത്രമല്ല ഈ എന്താ പറയുക, ജനനായകൻ മൂവി റിലീസ് ഓൾറെഡി OTT-യിൽ ഇങ്ങനെ പ്രിന്റ് വന്നു എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇനി ആൾക്കാർ ഇത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവുമോ? അത് എന്തായാലും ഉണ്ടാവും. കാരണം വിജയോടുള്ള ഒരു ആരാധനയുള്ളവരുണ്ട്, പിന്നെ സിനിമ ആ രീതിയിൽ കാണുന്നവരുണ്ട്. ഇപ്പോൾ OTT-ൽ ഇപ്പം അല്ലെങ്കിൽ ഇങ്ങനെ പ്രിന്റ് വന്നു എന്ന് പറഞ്ഞാൽ അത് കാണാൻ ആഗ്രഹിക്കാത്തവരുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വിജയ് ഫാൻസുകളാണ്. ഞാനൊരു വിജയ് ഫാനല്ല, പക്ഷെ എന്നാലും നമ്മൾ നല്ല പടം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ. അതേപോലെ തന്നെ ഈ പടത്തിനും ജനനായകന് A സർട്ടിഫിക്കറ്റ് ആണല്ലോ കിട്ടുന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? A സർട്ടിഫിക്കറ്റ് അതിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് എനിക്ക് 14 വർഷത്തിന് ശേഷമാണ് ഒരു വിജയ് പടത്തിന് A സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു രാഷ്ട്രീയം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അതിലെന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടാവും തോന്നുന്നുണ്ടോ? രാഷ്ട്രീയമുണ്ടോ എന്നുള്ളത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇത് ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പം ഈ പ്രിന്റ് വന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം അതിൽ നിന്ന് എന്തെങ്കിലും അവർക്ക് അവരുടെ രാഷ്ട്രീയമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ആ പടം കണ്ടു കഴിഞ്ഞാൽ അറിയാം. സിനിമയെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല. അയാൾ ഗുഡ് മാൻ. ഇവിടുത്തെ വിജയ് ഗുഡ് മാൻ. അവിടെ കുറേ പരിഷ്കാരങ്ങളും കൊണ്ടുവന്ന് കുറേ ബാറുകളൊക്കെ പൊട്ടിച്ചു. അവിടെ മരിച്ചവരുടെ ഹോസ്പിറ്റലിൽ നിന്നുള്ള പൈസ മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെത്തായി കഴിഞ്ഞാൽ പൈസ വാങ്ങാൻ പാടില്ല. യു കൺട്രോൾ വെരി ഗുഡ്. അതുകൂടെ തന്നെ പിന്നെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പുള്ളി റേഷൻ മറ്റുള്ളവരൊക്കെ ഫ്രീ, കർഷകർക്കുള്ള ഫ്രീ ഒക്കെ സർക്കാർ ഫ്രീ കൊടുക്കുന്നുണ്ട് ചെയ്യും. വിജയ് ഇസ് ഗുഡ് മാൻ. നമുക്ക് നല്ല മുഖ്യമന്ത്രിയാണ്, ഗുഡ് മുഖ്യമന്ത്രി. ഓക്കെ. അതുപോലെ തന്നെ സെയിം ഇപ്പോൾ ഈ മുഖ്യമന്ത്രിനെ അവിടുത്തെ മുഖ്യമന്ത്രിനെ ഇവിടുത്തെ മുഖ്യമന്ത്രി വിളിച്ച്, പിന്നെ ഇവിടുത്തെ മറ്റേ ആഭ്യന്തര വകുപ്പ് മന്ത്രി എം പി വിളിച്ച് കൺഫേം ആക്കി നമ്മുടെ ആൽക്കഹോൾ തൂഫാൻ എന്ന പരിപാടിയിൽ 3 സ്റ്റേറ്റ്, കർണാടക സ്റ്റേറ്റ് ഒക്കെ കൺവെയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഗുഡ്. വിജയ് വെരി ഗുഡ് മാൻ. MGR ബെസ്റ്റ് ഗുഡ് മാനായിട്ട് വരുത്തും. സിനിമയെ കുറിച്ച് ജനനായകൻ സിനിമയെ കുറിച്ച് ഇപ്പൊ പറയാൻ നിൽക്കുന്നില്ല. അതല്ല, ഈ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമയാണ്. ഓക്കെ. ആ സമയത്ത് ഒരു A കാറ്റഗറിയിലുള്ള ഒരു പിക്ചർ അത് സ്റ്റേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം അത് റിലീസ് ആകാൻ പോകുന്നു അവസാനത്തെ. അതൊക്കെ സെൻസർ ബോർഡ് കറക്റ്റ് ആയിട്ട് വിടുള്ളൂ. സെൻസർ ബോർഡ് കറക്റ്റ് ചെയ്ത സിനിമ പുറത്ത് വിടുള്ളൂ. അല്ല, അങ്ങനെയൊന്നും വിടുന്നില്ല. സെൻസർ ബോർഡ് എന്തിനുള്ളതാണ്? അവിടെ സർക്കാർ, ഇവിടെ സർക്കാർക്ക് സെൻസർ ബോർഡ് ഉണ്ട്. അവർ കട്ട് ചെയ്ത പടം വിട്ടുള്ളൂ. നമ്മുടെ ജനങ്ങൾ പീപ്പിൾസിന് കാണാൻ വേണ്ടിയിട്ടുള്ള സിനിമ പോകും. ഓക്കെ.